ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനഘാവി യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടന്റാണ് ചെയ്യണം. അത് ഞാൻ ഇതുവരെയും ചെയ്യാത്ത, എന്നാൽ എനിക്കിതിൽ കുറച്ച് കഴിവുള്ള ഒരു കണ്ടന്റ്. ലൈക്ക് ടോക്കിംഗ് അബൌട്ട് ആൻ ഇഷ്യൂ. ഞാൻ ഇതുവരെയും അങ്ങനെ ഒന്നിനെക്കുറിച്ചും റിയാക്റ്റോ റെസ്പോൺസോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഈ ലാസ്റ്റ് വീക്ക് എവിക്ഷൻ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് ഞാൻ കണ്ടത് ഇന്നലെ. അപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് റിയലി അൺഫെയർ. സീരിയസ് ആയിട്ടും റസ്മിൻ പോയത് ഓക്കെ, ആളുടെ എവിടേക്കോ വെച്ച് ഗെയിം ഒന്ന് ഔട്ട് ഓഫ് ട്രാക്ക് ആയിരുന്നു, ഓക്കെ. അൻസിബ പോയത് റിയലി നേരത്തെ പോകേണ്ട ഒരാളായിരുന്നു. ലൈക്ക് എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് അൻസിബ ഇവിടെ നിന്നിരുന്നതെന്നുള്ളത്. ലൈക്ക് ഐ ഫെൽറ്റ് ഷി വാസ് സച്ച് എ നെഗറ്റീവ് ക്യാരക്ടർ. അതായത് ബിഗ് ബോസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മുടെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നൊരു ഷോയാണത്. പക്ഷെ ആള് അവിടെ നിന്ന് കാണിച്ച ആളൊരു നടിയാണ്. ആൾക്കറിയാം എന്താണ് എങ്ങനെയൊക്കെ ആവും എങ്ങനെയൊക്കെ ആവും എന്നുള്ളത് നന്നായിട്ട് അറിയാം. എന്നിട്ട് പോലും ആള് ബെഡ്റൂമിൽ കയറിയിരുന്നു, അങ്ങനെയൊക്കെ മാറിയിരുന്ന് മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എനിക്ക് തോന്നുന്നു മേ ബി ആള് വിചാരിച്ചിട്ടുണ്ടാവും ഇതൊന്നും ക്യാമറ ഇടൂലായിരിക്കും, ലൈക്ക് ഇതൊന്നും വലിയ കണ്ടന്റ് ഒന്നും അല്ലല്ലോ, അപ്പോൾ ഇടൂലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. എനിക്ക് പേഴ്സണലി അൻസിബ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് എത്രയോ മുന്നേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകേണ്ടിയിരുന്ന ഒരു ക്യാരക്ടറാണെന്ന് തോന്നിയിട്ടുണ്ട്. ലൈക്ക് പ്രത്യേകിച്ച് ആളെയും കൊണ്ട് അവിടെ ഒരു ഉപകാരം ഉണ്ടായിരിക്കണം. മാറിയിരുന്ന ഒരു കുറ്റം പറിച്ചിട്ട് നമുക്കൊരു കുരിശുമ്പ് കുഞ്ഞേമ കേൾക്കാനായിട്ടൊരു ആള്, അത്രേ ഉള്ളൂ. അപ്പം അൻസിബയുടെ പോക്കും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അപ്സര വാസ് സച്ച് എ ഗുഡ് പ്ലെയർ. എന്ന് വെച്ച് കഴിഞ്ഞാലും വേറൊരാളോട് സംസാരിക്കുന്നതിനാണെങ്കിലും നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഒരു ഗെയിമിന് ഗെയിം, ഒരു വഴക്കിന് വഴക്ക്, എല്ലാം അതിൻ്റെ ലെവലിൽ എടുക്കാൻ അറിഞ്ഞ, ലൈക്ക് എല്ലാം മര്യാദക്ക്. ഇനി വേറൊരാൾ ഉപദേശിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ രീതിക്ക് എടുക്കാൻ അറിയാം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു വ്യക്തിയായിരുന്നു അപ്സര. നല്ലൊരു പ്ലെയർ ആയിരുന്നു. എല്ലാം കൊണ്ടും ഒരു എന്താ ബിഗ് ബോസ് മെറ്റീരിയൽ എന്നല്ല, ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അപ്സര ഇപ്പം ഔട്ടായി പോയി? ഞാൻ സീരിയസ് ആയിട്ടും വിചാരിച്ചിരുന്നിരുന്നു ഒരു ടോപ്പ് 5 ഒക്കെ. പിന്നെന്താ, ബിഗ് ബോസ് ഈസ് നോട്ട് അബൌട്ട് ബീയിങ് എ ഗുഡ് ഹ്യൂമൻ അല്ലെങ്കിൽ നല്ലൊരു സ്പിരിറ്റുള്ള ആള്, അതല്ല. എന്നാൽ പോലും അതിൻ്റെ ഉള്ളിലുള്ള എത്രയോ പേരെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ മച്ച് ബെറ്റർ ആയിരുന്നു അപ്സര. നന്നായിട്ട് ഗെയിം കളിക്കുമായിരുന്നില്ല. അത്യാവശ്യം എല്ലാ ഗെയിംസും അപ്സര നല്ലോണം കളിക്കുന്ന വന്നിട്ടുണ്ട്. എന്താണ്, ഒരു സംഭവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സ്ഥലത്ത് നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. ഇത് ശരിക്കും നമ്മളെപ്പോലുള്ള ഓഡിയൻസിൻ്റെ തോൽവിയായി പോയി ലൈക്ക് അപ്സര പോയത്. സീരിയസ് ആയിട്ടും എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഋഷിയൊക്കെ ലൈക്ക് ഇപ്പം ചുമ്മാ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് ഭയങ്കരമായിട്ട് ശോകമാവണതല്ലാതെ ഋഷിക്ക് ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഋഷിയൊക്കെ സംസാരിക്കുന്നത്, അല്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കും, അയ്യോ ഇങ്ങനെയോ, ഇതെന്ത് ഇങ്ങനെ വരുമ്പോൾ എന്ത് ഇങ്ങനെ പറയണം, ഇങ്ങനെ അല്ലല്ലോ അവർ ഉദ്ദേശിച്ചേക്കണേ. അത് കുറച്ചൊക്കെ നമ്മുടെ അൻസിബേൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അൻസിബ പോയി ഇനി എങ്ങനെ ആവും എന്ന് അറിഞ്ഞൂടാ. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു എവിക്ഷൻ വന്നിട്ട് ഇത്ര ശോകം തോന്നിയത്. എന്തുകൊണ്ട് പോയി? നല്ലൊരു പ്ലെയർ ആവില്ലേ, എന്താണ് പോയത്? ഇപ്പം ആവും ലൈക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിന് മുന്നേ പുറത്ത് പോകേണ്ട വേറെ അഭിഷേകൊക്കെ എന്താ ചെയ്യണേ? ഗെയിം കളിക്കാനുണ്ട്, ഓക്കെ. പക്ഷെ ഗെയിം കളിക്കൽ മാത്രമല്ലല്ലോ, ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഒരു ടാസ്കിൽ പുള്ളീനെ കുറിച്ചിട്ടുള്ള നല്ലത് പുള്ളിനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് അഫ്കോഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യാമെന്നുള്ള സിറ്റുവേഷൻ. അവിടെ സിജോക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നിട്ട് പുള്ളിക്കാരൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് ഞാൻ ലൈക്ക് ഇത് എന്താന്ന് കേൾക്കണ പോലും ഇല്ല. പുള്ളി കടന്ന് റിയാക്ട് ചെയ്യണില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് ഒച്ചപ്പാടും ലഹളയൊക്കെ ആവുക. ഇത് എന്തിനീ കിടന്ന് കാണിക്കണേ എന്ന് കാണുന്ന എല്ലാവർക്കും തോന്നിപ്പോവും. പുള്ളി എന്താ കാണിച്ചത്? പക്ഷെ എന്നിട്ട് പോലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുള്ളത് കണ്ടിട്ടാ. പുള്ളി എന്ത് ചെയ്തിട്ടാണ് പുള്ളിക്ക് ഇത്ര സപ്പോർട്ടുള്ളത് അറിഞ്ഞൂടാ. നോറ എന്ത് ചെയ്തിട്ടാണ് ഇത്ര സപ്പോർട്ടുള്ളത് അറിഞ്ഞൂടാ. ജിൻഡോ എന്ത് ചെയ്തിട്ടാണ് ഇത്ര സപ്പോർട്ടുള്ളത് അറിഞ്ഞൂടാ. ലൈക്ക് ഇപ്പൊ ജിൻഡോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ എന്റർടൈൻമെന്റ് ആണ്.
നോറൈൻ കൈൻഡ് ഓഫ് ശോകമാണ്. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് കണ്ടിട്ട് എൻ്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. ഇനി ഇവരൊക്കെ എന്താ നിൽക്കണേ, പുറത്ത് പ്രൊമോഷൻ വർക്ക് ഉള്ളതുകൊണ്ട് മാത്രം നിന്ന് പോണവരാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് പക്ഷെ നോറൈൻ്റെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ തെറ്റ് കണ്ടാൽ ക്വസ്റ്റ്യൻ ചെയ്യും, ആൾക്ക് ശരിയെന്ന് തോന്നുന്നത് എവിടെയും തുറന്ന് പറയും. അങ്ങനെ ഒരു സംഭവമെങ്കിലുണ്ട്. പക്ഷെ അഭിഷേകൊക്കെ ഇപ്പം ഞാൻ പറയാം, എനിക്ക് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് ഫീൽ ചെയ്യണത് ഋഷി, അഭിഷേക്, നന്ദന ഇവരൊന്നും ഇവരെക്കാളൊക്കെ മച്ച് ബെറ്റർ ആയിരുന്നു അപ്സര. ബട്ട് സാറില്ല, അപ്സര സാറില്ല. മേ ബി ഷി വിൽ ഗെറ്റ് എ മച്ച് ബെറ്റർ പ്ലാറ്റ്ഫോം ടു ഷോക്കേസ് ഹെർ. കിട്ടട്ടെ. നല്ലൊരു പ്ലെയർ ആയിരുന്നു, സീരിയസ്ലി വൺ ഓഫ് ദ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, സോ ഇത്രയുള്ളൂ. ഇതൊന്നും എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഷെയർ ചെയ്തു. ഐ മീൻ എൻ്റെ ഈ ഒരു പേഴ്സ്പെക്റ്റീവ്, എൻ്റെ ഈ ഒരു വ്യൂ ഓഫ് പോയിന്റ് അബൌട്ട് ബിഗ് ബോസ് അല്ലെങ്കിൽ എന്താണ് ഈ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഷെയർ ചെയ്തു. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ബൈ. ഇനി ഇങ്ങനത്തെ കുറച്ച് ടോക്സ് ഒക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ടോക്സ് ചെയ്യണത്. ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളുടെ അഭിപ്രായം തുറന്ന് പറയാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യം. അത് പറയാനായിട്ട് വാക്കുകൾ കിട്ടാനുള്ളത് വലിയൊരു കാര്യം. അപ്പം അതിൻ്റെ ഒരു ഇത്തിരി കഴിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.